അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഈ പാനിപ്പൂരി കച്ചവടം റോട്ടിൽ തുടങ്ങിയിട്ട് വഴിയോരത്തിൻ്റെ കച്ചവടം അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വഴിയോരത്തിലേക്കുള്ള ലൈസൻസ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വഴിയോര കച്ചവടത്തിനുള്ള മുനിസിപ്പാലിറ്റിയിൽ അടവ് ഞാനൊരു 3.5-4 കൊല്ലമായിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അപേക്ഷിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് തന്നില്ല. അവർ പറയണത് ആ ഒരു ഫോം അവിടെ കഴിഞ്ഞു, പിന്നീട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഇപ്പോൾ ഇത്രയും നാളായി. പിന്നെ ഞാൻ സീസൺ കച്ചവടമാണ്. ഒരു 6 മാസം ഉത്സവങ്ങൾക്ക് പോകും. അത് കഴിഞ്ഞ 6 മാസമാണ് ഞാനിങ്ങനെ റോഡരികിലിടുക. അപ്പോൾ വഴിയോരത്തിനുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പേപ്പർ എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കൃത്യമായിട്ട് വഴിയോരത്തിൽ കച്ചവടം ചെയ്യാനുള്ള ഫുള്ള് ലൈസൻസ് ഞാൻ ഒപ്പിക്കും. അതിനുള്ള എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് മുന്നേ ഇട്ടിട്ടുള്ള നമ്മുടെ പാനിപ്പൂരി ഷോപ്പ് അവിടെ ഇട്ടോളാൻ പറഞ്ഞു. അവരോട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ അവിടെ ഇട്ടത്. പിന്നീട് തിരുവോണം കഴിഞ്ഞപ്പോൾ അവർ പറയണത് അവിടെ ഇടാൻ പറ്റില്ല, അത് അവിടെ നിന്ന് മാറ്റണം, അവരവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കണം. അങ്ങനെ ഞാനിപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് സ്ഥാപിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർപ്പായ നമ്മുടെ കടയിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ടാർപ്പായ മിസ്സായി. ടാർപ്പായ അവർ അയച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറയണത് കൊണ്ടുവന്ന് തരാം. ടാർപ്പായ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫൈൻ കെട്ടേണ്ടി വരും മുനിസിപ്പാലിറ്റിയിൽ. ആകെ 250 രൂപയുള്ളൂ ടാർപ്പായ്ക്ക്. ഫൈൻ ഒരു 100 രൂപ അടയ്ക്കേണ്ടി വരുന്ന തോന്നണം. അപ്പോൾ അത് ടാർപ്പായ ഞാൻ മഴ അങ്ങനെ വരാറായപ്പോൾ ഓടിപ്പോയിട്ട് കടയിൽ പോയി മേടിച്ചതാണ്. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയതാണ്. കെട്ടുമ്പോഴും ഞാൻ ചോദിച്ചിട്ടാണ് കെട്ടിയത്. എനിക്ക് ഇവിടെയാണ് ഒരു ഉത്തരം കിട്ടാത്തത്. കാരണം ഇത് കെട്ടിക്കൊള്ളാനും പറയും, പിന്നെ അത് കെട്ടി കഴിഞ്ഞാൽ അത് കെട്ടാൻ പറ്റില്ല എന്നും പറയും. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സാറില്ല, ടാർപ്പായ കെട്ടുമെന്ന് വിചാരിക്കണം. ഉച്ചകഴിഞ്ഞിട്ട് അത് സാറ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കണം, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം അതെവിടെ ഇരിക്കണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദിയനെ കാലത്ത് സ്കൂളിൽ കൊണ്ടാക്കി കാര്യങ്ങൾ ഉരുളക്കിഴങ്ങ് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. വേറൊരു പണി കിട്ടി. ഉണ്ണീനെ സ്കൂൾ വിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയിണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്റെ ടയറ് പഞ്ചറായി. എന്തോ നമ്മുടെ സ്കൂട്ടിയുടെ സ്കൂട്ടിയുടെ അതായത് ഈ സ്കൂട്ടറിന്റെ ബാക്കത്തെ ടയർ പെട്ടെന്ന് പഞ്ചറായിട്ട് അത് കറക്റ്റ് 4 മണിക്കാണ് ദിയാനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക. ഒരു 4:30 കൂടിയിട്ട് ഞാൻ പാനിപൂരി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്നാൽ ആ കറക്റ്റ് 4 മണിക്ക് തന്നെ 4:10 വണ്ടി പഞ്ചറായിട്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ചു. ലൈനിൽ വന്ന് ചെയ്യുന്ന ചേട്ടനെ വിളിച്ചു. ആൾ വന്നിട്ട് പഞ്ചറൊക്കെ ഒട്ടിച്ച് തന്നു. പുതിയ ടയർ ഇട്ടു. 1300 രൂപയുടെ ടയറാണ്. അത് 1 മാസം മറ്റേ വേറൊരാൾ ഉപയോഗിച്ച ടയറാണ്. അപ്പോൾ നിനക്ക് ഒരു 1000 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ അങ്ങനെ 1000 രൂപ കൊടുത്തിട്ട് അങ്ങനെ ടയർ മാറ്റിയിട്ടു. എന്നാലും ഒരു പണികൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുറച്ച് പണികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ചെറുതവിടെ വിളി തുടങ്ങിയിട്ടുണ്ട്. ഉറക്കിയതാണ്. അതിന് 5 മിനിറ്റ് കൂടുന്തോറും എനിക്കാണ്. അതെ. അപ്പം നമ്മൾ വീഡിയോ ചെയ്തതിൽ ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജ് വശത്ത് പാനിപ്പൂരി കട ഇല്ല, അവിടെ പാനിപ്പൂരി ഇട്ടൂടെ എന്നിങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. സന്തോഷം, ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം. എന്തായാലും നമുക്ക് കടയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കണം എന്നുണ്ട്. പിന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മലയാളി പാനിപ്പൂരി അങ്ങനെ കടയിൽ വന്ന് കഴിക്കുന്നവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ വെറൈറ്റി അല്ലേ ഒരു മലയാളിയായിട്ട് ചെയ്യുമ്പോൾ. ഞങ്ങൾ ഒരുപാട് കടകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരു മലയാളി ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഒന്ന് എഫക്റ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ശരി തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ റീച്ചുള്ളവർ വന്നിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുക, അപ്പോൾ ഒന്നും കൂടിയൊക്കെ സപ്പോർട്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ശരിക്കും കടയ്ക്കൊരു ബൂസ്റ്റപ്പ് കൊടുക്കണത് നല്ലത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലുമൊക്കെ റീച്ചുള്ളവർ, ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർ അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ നല്ല ഇതായി ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നമ്മുടെ കടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. ഒരു 5 മണി തൊട്ടിട്ട് ഒരു 9:30 വരെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ചോറ് കൊണ്ടുപോയി. കാരണം കടയിൽ നമ്മൾ കച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും 10 മണിയാവും. അപ്പോഴേക്കും വയറൊക്കെ ഗ്യാസൊക്കെ കയറി നാശം. അപ്പോൾ ദൃശ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു പാത്രത്തിൽ നീ ചോറാക്കിത്താ. അപ്പോൾ എനിക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനുള്ള ഒരു സെറ്റപ്പിൽ കടയിൽ അത്ര തിരക്കുള്ളൊരു കടയൊന്നുമല്ലല്ലോ, എന്നാലും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പണികളായിട്ടുണ്ടാവും. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും പാത്രം കഴുകണം, അല്ലെങ്കിൽ സവോള അരിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റ് വിടണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടിരിക്കും.
അപ്പം അതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മറക്കും, പക്ഷെ വയറ് ഇവിടെ വരുമ്പോഴേക്കും നാശവും. ചേട്ടൻ ഇതിന് മുന്നേ 2 ദിവസം കൊണ്ടുപോയിട്ട് ഒരു വട്ടം തിരിച്ചൊക്കെ കൊണ്ടുവന്നു, കഴിക്കാൻ പറ്റിയില്ല. അതെ, അത് ചില സമയത്ത് അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി, ചില സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇന്നലെ കൊണ്ടുപോയി ഞാൻ കഴിച്ചു. ഇന്നലെ ഒരു മാങ്ങാച്ചാറും പരിപ്പ് കറിയും കൊണ്ടുപോയിട്ടാ. എനിക്ക് മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാറ് പറഞ്ഞാൽ നമ്മൾ പച്ചമാങ്ങ മേടിച്ച് നമ്മുടെ വീട്ടിൽ അരിഞ്ഞുണ്ടാക്കുന്ന ഉപ്പുമുളകും അത്ര മതി, വേറെ ഇതൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. കടയിൽ നിന്ന് റെഡിമെയ്ഡ് അച്ചാറ് മേടിക്കുന്നത് ഇഷ്ടമല്ല. മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എന്തും എനിക്ക് താല്പര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷോപ്പിലും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ടൊരു ഫുഡ് മോശമായി എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് വഴിയോരത്തിൽ ചെയ്യണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിയാണ്, അത് നമ്മൾ കൊടുത്തത് പൊട്ട ഫുഡാണെന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷേ ഇത്രയും നീറ്റായിട്ട് ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ ഞാനും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഫുഡുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കച്ചവടമൊക്കെ നമുക്ക് വന്നു തുടങ്ങി. നമ്മുടെ വീട്ടിലെ പട്ടിണിയൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി. പട്ടിണി മീൻസ് നമ്മുടെ കയ്യിൽ വരുമാനം ഇല്ലാതായപ്പോൾ തന്നെ, പക്ഷേ ഗർഭിണിയായപ്പോൾ തൊട്ടിട്ടുള്ള ആ ഒരു അന്ന് തൊട്ടിട്ടുള്ള വരുമാനം, നമ്മുടെ കയ്യിൽ വരുമാനമില്ല, നമുക്ക് ചിലവ് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു 100 രൂപ 200 രൂപ നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പോഴേക്കും അതിനൊരു തടസ്സം വന്നപ്പോൾ അത് മാനസികമായിട്ട് ശരിക്കും തളർത്തി എന്നുള്ളതാണ്. ഓണമൊക്കെ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ അങ്ങനെ അങ്ങോട്ട് കടന്നു പോയി. പിന്നെ പ്രാവശ്യം ഓണമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ആരുടെയും ബന്ധുവീട്ടിലേക്കൊന്നും പോയില്ല. ഓണമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പോയി. അതാകുമ്പോൾ അവിടെ ഇപ്പം അങ്ങനെ ഓണം അവരുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ തമിഴായതുകൊണ്ട് അവർക്ക് അവിടെ അങ്ങനെ ഓണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ജസ്റ്റ് പോയി ഞങ്ങൾ വന്നു. അവർക്ക് ട്രീറ്റ് ചെയ്യാത്തതിൻ്റെ വിഷമം ഒരുപാടുണ്ട്. ആ കുട്ടി ഗർഭിണിയായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രസവം ഏകദേശം 1 മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് അല്ലേ, ഏകദേശം ഡേറ്റ് ആയിട്ടുണ്ടല്ലേ. പ്രസവം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒന്നും കൂടി കോയമ്പത്തൂർ പോകണം, ആ കുട്ടീനെ ഒന്ന് കാണണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവർ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് കേട്ടോ. അതൊക്കെയാണ് നമുക്ക് വേണ്ടതല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ പാനിപൂരിയുടെ കടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയും നമ്മുടെ തള്ളുവണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞതൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്കൊക്കെ നന്ദി. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മൾ വേറെ അതിക്രമിച്ചിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കാനോ കക്കാനോ പറിക്കാനോ ഒന്നല്ലല്ലോ പോകണം. അധ്വാനിച്ച് നമ്മൾ റോട്ടിൽ നിന്നിട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അത്രയും സത്യസന്ധമായിട്ടുള്ള ഫുഡാണ് നമ്മൾ റോട്ടിൽ കൊടുക്കുന്നത്, ലൈവ്. ഇനി പിന്നെ അതിൽ വേറെ ഇതില്ലല്ലോ. ഓക്കെ, എന്തായാലും ഇനി മുന്നോട്ട് പോട്ടെ കാര്യങ്ങൾ എന്നുള്ള ഒരു സ്റ്റഡിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു അല്ലേ. ഓക്കെ.